ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1562. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി. ഈ ആണ്ടിലെ 101-ാമത്തെ ദിവസമാണ്. ഈ ദിനം മുതലെങ്കിലും നമ്മൾ കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടേ. ഒരു പുതുവർഷം 100 ദിനങ്ങൾ പിന്നിട്ടിട്ടും നമ്മളൊട്ടും നേരെയാവുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്നാണ് നമ്മളൊന്ന് നേരെയാവുക? നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാളിലൂടെ കടന്നു പോകുന്നവരാണ്. ആ ഒരു സ്മരണ പുതുക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. കല്ലറയ്ക്കലേക്ക് ഓടിയെത്തിയ സ്ത്രീകൾ, ശിഷ്യന്മാര്, അവർക്ക് കിട്ടിയതും കൈമാറിയതുമായ സദ്വാർത്ത അവനിവിടെയില്ല എന്നതാണ്. അടക്കം ചെയ്ത മൃതശരീരം കാണാനായിട്ടാവും അവർ ഓടിയെത്തിയത്. അവനിവിടെയില്ല. ഉദ്ധിതൻ പിന്നെ എവിടെയൊക്കെയാവും ഉണ്ടാകുക? അടക്കം ചെയ്ത കല്ലറയിലില്ല എന്ന് ഉറപ്പായി. പിന്നെ അവൻ എവിടെയാണ് ഉണ്ടാവുക? ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആദ്യ അന്വേഷണമോ ചോദ്യമോ വർത്തമാനമോ എന്താണ്? സുവിശേഷം അനുസരിച്ച് എന്തിനാണ് നീ കരയുന്നത് എന്നാണ്. കണ്ണീർ തൂവുന്ന മറിയത്തിനരികെത്തി യേശു അവളെ ആശ്വസിപ്പിക്കുകയാണ്. അതെ, മഗ്ദലന മറിയത്തിന്റെ അടുത്തേക്ക് യേശു എത്തിയിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. നീ എന്തിനാണ് കരയുന്നത്? കരയുന്ന മനുഷ്യർക്കാണ് ഇനിമേൽ അവന്റെ ദർശനം ആദ്യം കിട്ടുക എന്നല്ലേ ഇതിന്റെ ഒരു സൂചന? നിന്റെ കണ്ണീർ വേളകളിൽ ചേർന്ന് നിൽക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഇനി ആരുമില്ല എന്ന് ആരും ഇനി വിലപിക്കരുത്. അങ്ങനെ ആരുമില്ല എന്ന് കരയരുത്. ഒരു മൃദു മന്ത്രണം അപ്പോൾ കേൾക്കാനിടയാവും. എന്തിനാണ് നീ കരയുന്നത്? ഞാനില്ലേ കൂടെ, ഇനി കരയരുത്. അത് ഉദ്ധിതനായ യേശുവാണ്. മറിയത്തിന് മാത്രം കിട്ടിയ ഒരു അനുഭവമോ അനുഗ്രഹമോ ആശ്വാസമോ മാത്രമല്ല, യേശുവിലേക്കെത്തുന്ന ഏതൊരാളെയും ഇത് കാത്തിരിപ്പുണ്ട്. മനുഷ്യരുടെ സങ്കടവേളകളിൽ എവിടെയും എപ്പോഴും കൂടെ വന്ന് നിൽക്കാനാണ് അവൻ ഉദ്ധിതനായത്. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാരും വിലപിക്കരുത് എന്ന് അവന് നിർബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് മറിയു അവനെ കാണാതെ പോയത്, ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അത് ആവശ്യത്തിലധികമുള്ള കണ്ണുനീർ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ണുനീർ നല്ലതാണ്. കണ്ണിനും മനസ്സിനുമൊക്കെ എല്ലാം ഒന്ന് കഴുകി ശുദ്ധീകരിക്കുന്നുണ്ട്. ഒരു ഭാരമില്ലായ്മയിലേക്ക് പതിയെ നമ്മളെ എത്തിക്കുന്നുണ്ട്. പക്ഷേ കണ്ണുനീര് അമിതമായാലോ കണ്ണ് കാണാൻ മേലാതാവും. തൊട്ടടുത്തുള്ളതിനെ പോലും വ്യക്തമായി കാണാനായിട്ട് പറ്റാതാവും. അതുകൊണ്ടാവും മറിയത്തിനും ആ യേശുവിനെ, ഉദ്ധിതനായ യേശുവിനെ കൃത്യമായി കണ്ടെത്താനായിട്ട് കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ കണ്ണുനീരൊന്ന് തുടയ്ക്കാനായിട്ട് എന്തിനാണ് നീ കരയുന്നതെന്ന് അലിവോടെ അന്വേഷിക്കുന്ന യേശുവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആമേൻ.